എല്ലാവർക്കും ഒരുപാട് സ്നേഹത്തോടെ നമ്മുടെ ഫാമിലിയിലേക്ക് വീണ്ടും സ്വാഗതം. കവീസ് ലൈഫ് സ്റ്റൈൽ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റംസാൻ ഡയറ്റ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ആദ്യത്തെ ഡയറ്റ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതിൽ ഒരുപാട് സന്തോഷം. അപ്പോൾ ഇത് ഇനിയും നമുക്ക് തുടർച്ചയായിട്ട് ഇന്ന് നമ്മളൊരു സ്പെഷ്യൽ കഞ്ഞിയൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നോൺ വെജ് അല്ല, വെജിറ്റബിൾ വെച്ചിട്ട് നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു കഞ്ഞിയൊക്കെ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിനുമുമ്പ് പറയാം, നമുക്കുള്ള കാര്യങ്ങളൊക്കെ ഓരോന്നായിട്ട് വിശദമായിട്ട് പറയാം കേട്ടോ. ഓരോ ദിവസവും ഞാൻ ഇതുപോലെ ഓരോ ഫുഡുകൾ നമുക്ക് ഉണ്ടാക്കി കാണിക്കാം. ഓക്കെ, അപ്പൊ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരാണെങ്കിലും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കാണണേ. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ആദ്യത്തെ ഫുഡ് എന്ന് പറയുന്നത് രാവിലെ എഴുന്നേറ്റ ഉടനെ നമ്മൾ സുബഹി നിസ്കാരമൊക്കെ കഴിഞ്ഞ്, സുബഹി അല്ലേ രാവിലെ, അത് എഴുന്നേറ്റ് കഴിഞ്ഞതിന് ശേഷം രാവിലെ ഇന്ന് കഴിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ എഴുന്നേറ്റ ഉടനെ ഞാൻ പറയുന്നത് പോലെ മഞ്ഞളും ഉപ്പും വെച്ച് ബ്രഷ് ചെയ്ത് നല്ലെണ്ണ വായിൽ നല്ലപോലെ കൊപ്പിച്ച് കഴിഞ്ഞതിന് ശേഷം നല്ല ഒരു 2 ഗ്ലാസ് വെള്ളം കുടിക്കാം. വെള്ളം കുടിച്ച് ഒന്ന് റിലാക്സ് ആയിട്ട് ചെയ്തതിന് ശേഷം വേണം നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട്. നല്ല റിലാക്സ് ആയിട്ട് 2 ഗ്ലാസ് വെള്ളം കുടിക്കുക. ഞാൻ താഴെ എഴുതിയിട്ടേക്കാം കേട്ടോ. അതിനുശേഷം 2 മുട്ട പുഴുങ്ങിയത്, 2 ബോയിൽഡ് എഗ്സും അതിൻ്റെ കൂടെ ഗോതമ്പ് നിറയെ വെജിറ്റബിൾസ് ഇട്ട് ഉപ്മാവും ഉണ്ടാക്കി കഴിക്കണം. പിന്നെ ഒരുപാട് ഫാറ്റ്, നല്ല ഫാറ്റ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ മുട്ട കഴിക്കുമ്പോൾ മുട്ടയുടെ മഞ്ഞ വേണ്ട, വെള്ള മാത്രം കഴിച്ചാൽ മതി കേട്ടോ. അപ്പോൾ മുട്ടയുടെ വെള്ളയും ഗോതമ്പ് ഉപ്മാവും, 1 ഗ്ലാസ് ഗ്രീൻ ടീ കുടിക്കുക, പിന്നെ വെള്ളം, ഇത്രയും കഴിക്കാം. ചിലരൊക്കെ പറയാറുണ്ട് രാവിലെ എഴുന്നേറ്റ ഉടനെ ഫുള്ള് ഫുഡ് വയറ് നിറച്ച് കഴിക്കണം, എങ്കിലേ നമുക്ക് ആ ഒരു ദിവസം മുഴുവൻ താങ്ങാൻ പറ്റുള്ളൂ. അപ്പൊ നമുക്ക് ഫുഡ് കഴിച്ച് നമ്മുടെ വിശപ്പിനെ വിശപ്പൊന്നും ഉണ്ടാകാതിരിക്കുക, അങ്ങനെ ചെയ്യാനല്ല. റംസാൻ എന്ന് പറയുന്നത് കൊണ്ട് ആക്ച്വലി നോയമ്പ് എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉള്ള ഫുഡെല്ലാം കൂടെ വാരി നിറച്ച് വയറിനകത്ത് നിറച്ചിട്ട് പകല് മുഴുവനൊക്കെ കഷ്ടപ്പെട്ട് അങ്ങനെ എടുക്കുക എന്നുള്ളതാണ്. നമ്മൾ നല്ല ദൈവവിശ്വാസത്തോടും ഒക്കെ കൂടി നിസ്കാരങ്ങളൊക്കെ ചെയ്ത് ആ ഒരു സമയത്തിന് നല്ലപോലെ വയറിനേക്ക് ഒന്ന് ഡീടോക്സ് ചെയ്യാനുള്ളൊരു സമയമാണ്. അപ്പൊ അതിനെ അങ്ങനെ ചെയ്യുക എന്നുള്ളതാണ്. അല്ലാതെ കിടന്ന് ഉറങ്ങിയോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും അല്ല നോമ്പെടുക്കേണ്ടത്. കറക്റ്റായിട്ട് കുറച്ച് ഫുഡ് കഴിച്ച് നല്ല എനർജി ആയിട്ടുള്ള നല്ല ആവശ്യത്തിന് നമുക്ക് കഴിക്കാൻ പറ്റുന്ന രീതിയിലുള്ള കുത്തിയൊന്നും നിറയ്ക്കരുത്. ഫുഡ് കഴിച്ചിട്ട് വേണം എപ്പോഴും ഫാസ്റ്റിംഗ് എടുക്കാനായിട്ട്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇന്ന് വൈകുന്നേരം കഴിക്കാനായിട്ട് ആ നോമ്പ് തുറക്കുന്ന ഉടനെ തന്നെ ആദ്യം നിങ്ങൾക്ക് ഞാൻ പറയുന്നത് പോലെ തന്നെ 3 ഡേറ്റ്സ് നല്ലപോലെ ചവച്ചരച്ച് വളരെ സാവധാനം വേണം കഴിക്കാനായിട്ട്. നോമ്പ് തുറന്ന ഉടനെ തന്നെ വെള്ളം അല്ല ഫസ്റ്റ് കുടിക്കേണ്ടത്. ഫസ്റ്റ് ഒരു 3 ഡേറ്റ്സ് പതുക്കെ ചവച്ചരച്ച് കഴിക്കുക. അതിനുശേഷം ഒരു 2 ഗ്ലാസോളം വെള്ളം വളരെ സാവധാനത്തിൽ കുടിക്കാം. ഈ ത്രൂ ഔട്ട് ദ നൈറ്റ് നിങ്ങളെ കൊണ്ട് എത്രത്തോളം വെള്ളം കുടിക്കാൻ പറ്റുന്നോ അത്രത്തോളം കുടിക്കണം. ബിക്കോസ് ഡീഹൈഡ്രേറ്റഡ് ആകാനുള്ള ചാൻസസ് ഉണ്ട്. നമ്മൾ റംസാൻ മാസമൊക്കെ ആകുന്ന സമയത്ത്, അതായത് നോമ്പ് മാസമൊക്കെ ആകുന്ന സമയത്ത് നമുക്ക് ഡീഹൈഡ്രേഷൻ ഉണ്ടാകാതിരിക്കാനായിട്ട് ഈ ഈവനിങ് ഉള്ള സമയങ്ങളിൽ നല്ലപോലെ വെള്ളം കുടിക്കാനായിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ ഡേറ്റ്സും വെള്ളവും കുടിച്ചതിന് ശേഷം അടുത്തത് നിങ്ങൾക്ക് ഒരു ഗോതമ്പ് കഞ്ഞി കഴിക്കാം. അതായത് നോൺ വെജ് അല്ല, വെജിറ്റബിൾ വെച്ചിട്ടുള്ള അതേസമയം വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു കഞ്ഞി. അതായത് നമുക്ക് ഇങ്ങനെ ഒരുപാട് നേരം ഫാസ്റ്റിങ്ങിൽ ഇരുന്നിട്ട് നമ്മുടെ ശരീരം കുളിർപ്പിക്കുക. പ്രത്യേകിച്ച് ഇപ്പോൾ എന്ന് പറയുന്ന ഒരു സമ്മർ സീസൺ ഒക്കെയാണ്. അപ്പൊ നല്ലപോലെ ശരീരം തണുക്കാൻ വേണ്ടിയിട്ട് ഉലുവയൊക്കെ ഇട്ടിട്ടുള്ള ഒരു കഞ്ഞിയാണ് നമ്മുടെ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത്. ഓക്കെ, നിങ്ങൾ ഈ ഒരു കഞ്ഞി ഉണ്ടാക്കുമ്പം ഞാനൊരു ചെറിയ ക്വാണ്ടിറ്റിയിലാണ് കാണിക്കുന്നത്. നിങ്ങളുടെ വീട്ടിൽ എത്രത്തോളം ആൾക്കാരുണ്ടോ അത്രത്തോളം നിങ്ങൾക്ക് ക്വാണ്ടിറ്റി ഡബിൾ ആക്കാം, ക്വാണ്ടിറ്റി നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് മാറ്റാം. ഓക്കെ, വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു കഞ്ഞിയാണ്. ഇതിൽ നമ്മൾ ഉലുവ ഉപയോഗിക്കുന്നുണ്ട്. ഉലുവ ഒരു കാരണവശാലും നിങ്ങൾ ഫ്രൈ ചെയ്യുന്ന സമയത്ത് കരിഞ്ഞു പോകാതിരിക്കാൻ ശ്രദ്ധിക്കണം. ആ ഒരു പച്ചയായിട്ടില്ലെങ്കിൽ കഞ്ഞിക്ക് നമുക്ക് ചെറിയ കയ്പുണ്ടാകും. അപ്പോൾ ഞാൻ ഈ പറയുന്ന രീതിയിൽ നിങ്ങൾ കഞ്ഞി ഉണ്ടാക്കുക. അപ്പൊ കഞ്ഞി ഉണ്ടാക്കുന്ന റെസിപ്പി കാണണ്ടേ? അത് നമുക്ക് കഞ്ഞി ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് കണ്ടിട്ട് വരാം. ആദ്യം നമുക്ക് ഈ ഒരു കഞ്ഞിക്ക് എന്തൊക്കെ സാധനങ്ങൾ ആവശ്യമുണ്ടെന്ന് നോക്കാമേ. ആദ്യം നമുക്ക് വേണ്ട എന്താണെന്നറിയോ? ഈ ഒരു അരിക്ക് ഈ തമിഴ്നാട്ടിലൊക്കെ കുറുനരി എന്ന് പറയും. കുറുനരി എന്തോ ചെറിയ പച്ചരി, ചെറുതായിട്ട് ഉടച്ച പച്ചരിയാണ്. ഇങ്ങനെ തന്നെ വാങ്ങിക്കാൻ കിട്ടും നമുക്ക്. ഇങ്ങനെ വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ രീതിയിൽ ഉപയോഗിക്കാമേ. പച്ചരി ഇതുപോലെ വെച്ചിട്ട് ഇതൊരിപ്പോൾ ഒരു 1/4 കപ്പ് അല്ലെങ്കിൽ അര കപ്പ് വെച്ചു. അപ്പൊ കണക്ക് നിങ്ങൾക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റും. ഒരു അര കപ്പ് ഇങ്ങനത്തെ നുറുക്കിയ പച്ചരി. ഇത് കഴുകിയിട്ടില്ല, ഇനി നമ്മൾ കഴുകണം. അപ്പൊ അര കപ്പ് പച്ചരിക്ക് നമ്മൾ 1/4 കപ്പ് മൂങ് ദാൽ എന്ന് പറയത്തില്ലേ, അതായത് പച്ചപ്പയർ ഉടച്ച ചെറുപരിപ്പ്, അതൊരു 1/4 കപ്പ്. ഇല്ല, പച്ചപ്പയർ എനിക്ക് ഇഷ്ടമാണെങ്കിൽ പച്ചയായിട്ട് തന്നെ വെക്കാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഇതാണ് അതിന്റെ ടേസ്റ്റ്. അര കപ്പ് 1/4 കപ്പ്. ഇനി നമുക്ക് വേണ്ട സാധനങ്ങൾ എന്ന് പറയുന്നത് ഒരു 3/4 സ്പൂണ് ഉലുവ വേണം, കുറച്ചും അല്ലാത്ത ഉലുവ വേണം, ഒരു ചെറിയ കഷ്ണം പട്ട, ഒരു 2 ഗ്രാമ്പു, ഒരു 3 അല്ലി വെളുത്തുള്ളി, ഇഞ്ചി ചെറുതായിട്ട് തുരുവിയത്. എനിക്ക് വെളുത്തുള്ളി ഇങ്ങനെ കട്ട് ചെയ്തിടുന്നതാണ് ആ കഴിക്കുമ്പോൾ ഒരു ടേസ്റ്റ് കിട്ടുന്നത് കേട്ടോ. ഇത് പിന്നെ ഒരു പച്ചമുളക്, ഒരു പാതി ഉള്ളി അരിഞ്ഞത്,
ഒരു പാതി തക്കാളി. കാരണം ഈ അളവ് അരിക്ക് ഇത്രയും സാധനങ്ങൾ മതി. നമ്മൾ ഒരുപാട് ഇട്ടങ്ങാക്കി കഴിഞ്ഞാൽ ഭയങ്കര അതൊരു ടേസ്റ്റ് ഉണ്ടാവത്തില്ല, കൃത്യമായിട്ടുള്ള ഫോർമാറ്റും ആയിരിക്കത്തില്ല. അപ്പൊ നമുക്ക് ഇതാണ് ആദ്യം വേണ്ടത്. ആദ്യം നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതൊന്നും നല്ല വൃത്തിയായിട്ട് കഴുകിയെടുക്കാം, പയറും വൃത്തിയായിട്ട് കഴുകിയെടുക്കാം. അതിനുശേഷം ഞാൻ ഇതിന്റെ പ്രോസസ്സ് നിങ്ങൾക്ക് കാണിച്ചു തരാമേ. ഞാനിപ്പോൾ അതെല്ലാം കഴുകിയെടുത്ത് ഇപ്പൊ നമ്മളൊരു കുക്കർ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. കുക്കർ ഇനി നല്ലപോലെ ഞാനൊന്ന് ഇച്ചിരി വലിയ കുക്കർ തന്നെയാണ് എടുത്തേക്കുന്നത്, എങ്കിലും എനിക്കൊരു എത കിട്ടത്തുള്ളൂ. അതുകൊണ്ടാണ്. അടുത്ത നമുക്ക് ഇതിനകത്ത് എണ്ണ ഒഴിക്കാം. ഞാനിവിടെ നല്ലെണ്ണയാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. ഇത് കരിപ്പെട്ടി കൊണ്ട് ഉണ്ടാക്കിയെടുത്ത നല്ലെണ്ണയാണ്. ഇത് ഭയങ്കര ഹെൽത്തിയാണ്. അതുകൊണ്ട് ഞാൻ എപ്പോഴും നമ്മുടെ ആസ് യൂഷ്വൽ നമ്മുടെ ഡയറ്റ് പ്രകാരം നല്ലെണ്ണയാണ് യൂസ് ചെയ്യുന്നത്. വളരെ കുറച്ച് വലിയ ഒരു ടേബിൾ സ്പൂൺ നല്ലെണ്ണ ഉപയോഗിക്കുക. അതിനുശേഷം നല്ലെണ്ണ ഒന്ന് നല്ലതുപോലെ ചൂടാവണം. ചൂടായി കഴിഞ്ഞതിന് ശേഷം നമുക്കതിലേക്ക് നമ്മൾ എടുത്തിട്ടില്ലേ ഒരു ഇത്രയും പീസ് പട്ട എടുക്കാം. ഒരുപാട് പട്ടയൊന്നും എടുക്കരുത് കേട്ടോ. ഗ്രാമ്പൂ ആയിരുന്നാലും ഒരു ഗ്രാമ്പൂ ആയിരുന്നാലും പ്രശ്നമില്ല. ഒരു ചെറിയൊരു സ്മെല്ലിന് വേണ്ടി മാത്രം, അല്ലെങ്കിൽ ഒരു കുത്തലായിരിക്കും നമുക്ക് അത് ഇട്ട് കൊടുക്കുക. അതായത് പട്ടയും ഗ്രാമ്പൂവും ഇട്ട് കൊടുക്കുക. അതൊന്ന് നല്ലപോലെ പൊട്ടി വരുന്ന സമയത്ത് നമുക്ക് ഇട്ട് കൊടുക്കാം. ഓക്കെ, വെന്തയോ ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യണം നമുക്കിത്. ആ ഒരു ഉലുവ നല്ലപോലെ ഒന്ന് തണുത്ത് വരണം. കാരണം നമ്മുടെ ശരീരത്തിന് നല്ല ഒരു തണുപ്പ് കിട്ടാൻ സഹായിക്കും ഈ ഒരു ഉലുവ. നമ്മൾ കരിയരുത്. കരിയുന്നതിന് മുമ്പ് നമ്മൾ പയറെടുത്ത് വെച്ചിട്ടില്ലേ, പയർ കഴുകിയത് അത് ഇട്ട് കൊടുക്കാം. കാരണം ഉലുവ പെട്ടെന്ന് നമുക്ക് കരിഞ്ഞു പോകും. അതുകൊണ്ട് തന്നെ നമ്മൾ ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു 2 സെക്കൻഡ് ഒന്ന് വഴറ്റി കൊടുക്കണേ. ഒരുപാടൊന്നും വഴറ്റണ്ട, ഒരു 2 സെക്കൻഡ് ഒന്ന് നല്ലപോലെ ഒന്ന് ആ പച്ച മണം ഇങ്ങനെ ഉലുവയും പയറും ഒക്കെ നമ്മൾ ഇങ്ങനെ ഒന്ന് വേവിച്ച് വറുത്തെടുക്കുന്ന സമയത്ത് അതിലൊരു ഡിഫറെന്റ് ആയിട്ടുള്ളൊരു ടേസ്റ്റ് കിട്ടും. നമുക്ക് ഒന്ന് വറുത്ത് നിങ്ങൾക്ക് ഏത് എണ്ണയാണോ ഇഷ്ടം ആ എണ്ണ ഉപയോഗിക്കാം കേട്ടോ. നല്ലെണ്ണയും വെളിച്ചെണ്ണയും ആണ് ആക്ച്വലി നല്ലത്, ഹെൽത്തി ആയിട്ടുള്ളത്. ഇട്ട് കൊടുക്കുക. ഉപ്പൊന്നും ഈ സമയത്ത് ഇടരുത്. ഉപ്പൊക്കെ നമ്മൾ ലാസ്റ്റ് ഇടാൻ പാടുള്ളൂ. അപ്പോഴാണ് ഈ പരിപ്പൊക്കെ കറക്റ്റ് ആയിട്ട് നമുക്ക് വെന്ത് കിട്ടുള്ളൂ. അതുകൊണ്ടാണ് ഈ ലാസ്റ്റ് സമയത്ത് ഇടാൻ പറയുന്നത്. അടുത്തത് നമുക്ക് ഇഞ്ചി ഇട്ട് കൊടുക്കാം, വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ഞാൻ എൻ്റെ കൈ കൊണ്ട് തന്നെയാണ് ഇടുന്നത്. നിങ്ങൾക്ക് സ്പൂൺ കൊണ്ടോ എങ്ങനെ വേണമെങ്കിലും ഇടാം. നമ്മൾ നാച്ചുറൽ ആ ഒരു ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. ആ എണ്ണയിൽ അതിൻ്റെ പച്ചമണം ഒന്ന് മാറട്ടെ. ചെറുതായിട്ട് ഒന്ന് വഴറ്റിയാൽ മതി കേട്ടോ. കാരണം നമ്മളെല്ലാം ഇനിയിപ്പോൾ ഉള്ളിയൊക്കെ വഴറ്റണം. അതിൻ്റെ ഒരു പച്ചമണം ഒന്ന് മാറിയതിന് ശേഷം നമുക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഒരു കയ്യിലാണ് ക്യാമറ പിടിച്ചേക്കുന്നത്, അതുകൊണ്ടാണ് എനിക്ക് ഏറ്റവും കിട്ടുന്നില്ല കേട്ടോ. കുക്കിംഗ് വീഡിയോ എടുത്ത് ശീലമില്ല, അതാണൊരു പ്രശ്നം. പച്ചമുളക് ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് നമ്മുടെ ഉള്ളിയും തക്കാളിയും ഇടാം. ഉള്ളിയും തക്കാളിയും ഇട്ട് നല്ലപോലെ ഒന്ന് വഴലട്ടെ. നല്ലപോലെ 5-6 വറവറ ഉർവശി എന്തോ സിനിമയിൽ പറയുമല്ലോ, അതുപോലെ വറവറ. ഇനി നമുക്ക് ഇതൊന്ന് ഈ ഉള്ളി ഒരുപാടൊന്നും അങ്ങ് വഴലൊന്നും വേണ്ട. ജസ്റ്റ് ഒരു 2 മിനിറ്റ് ഒന്ന് വഴലട്ടെ കേട്ടോ. ഇപ്പൊ ഒരു 2 മിനിറ്റ് ആയിട്ടുണ്ട്. ഉള്ളിയുടെ ആ പച്ച ഇതൊന്നും മാറണ്ട, നമ്മൾ കുക്കറിനകത്ത് വേവിക്കാനുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഒന്നിട്ടാൽ മതി. അതിനുശേഷം നമുക്ക് നമ്മുടെ അരി ഇട്ട് കൊടുക്കാം. കഴുകി വെച്ചേക്കുന്ന അരി ഇട്ട് കൊടുക്കാം. അരി ഇട്ട് കൊടുത്തിട്ട് നമ്മൾ 1/2 ഗ്ലാസ് ആണ് അരി ഇട്ടേക്കുന്നത്. 1/2 ഗ്ലാസ് അരിക്ക് നമ്മൾ 3.5 ഗ്ലാസ് വെള്ളം വേണം ചേർക്കാനായിട്ട്. 1/2 ഗ്ലാസ് അരിയും ഇട്ട് അത് ഒരു മിനിറ്റ് ഒന്ന് വറുത്ത് കൊടുക്കണേ. ഉപ്പിടരുത്, ഞാൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, ഉപ്പിടാൻ പാടില്ല. ഒരു മിനിറ്റ് ഒന്ന് വറക്കട്ടെ. അതിനുശേഷം നമുക്ക് അടുത്ത 3.5 ഗ്ലാസ് വെള്ളം ഒഴിക്കാം. അപ്പൊ നമ്മൾ നല്ലപോലെ വറുത്തിട്ടുണ്ട് 1 മിനിറ്റ്. അതിനുശേഷം നമുക്ക് 1/2 ഗ്ലാസ്സിന് അതേ ഗ്ലാസ്സിൽ 3.5 ഗ്ലാസ് വെള്ളം. ഇപ്പോഴും നമ്മൾ ഉപ്പോ ഒന്നും ഇടുന്നില്ല. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. തീ നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ചേക്കാം. തീ നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇനി നമുക്ക് അടച്ചു വെച്ച് 4 വിസിൽ വരുന്നത് വരെ വേവിക്കണം കേട്ടോ. 4 വിസിൽ വരണം. നമുക്കിപ്പോൾ അടച്ചു വെക്കാം. അടച്ചു വെച്ച് ഒരു 4 വിസിൽ വരട്ടെ. അതിനുശേഷം ഞാൻ കാണിക്കാമേ. ഇപ്പൊ നമുക്ക് 4 വിസിൽ വന്നിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് തുറന്നു നോക്കാം. ചെറുതായിട്ട് അത് ആ വിസിൽ പൂർണ്ണമായിട്ടും അങ്ങ് ഫുള്ളായിട്ട് പോകണം കേട്ടോ. പോയതിനു ശേഷമേ തുറക്കാവൂ. നമ്മുടെ കുക്കർ എന്നൊക്കെ പറയുന്നത് വളരെ ഇതായിട്ട് കെയർഫുൾ ആയിട്ട് ഹാൻഡിൽ ചെയ്യണം.
അപ്പൊ നോക്കിയേ കഞ്ഞി നല്ലപോലെ വെന്തിട്ടുണ്ട്, കറക്റ്റ് പരുവായിട്ടുണ്ട്. ഇതുപോലെ വേഗാവും, അല്ലാതെ പരിപ്പൊക്കെ അങ്ങ് ഉടഞ്ഞ് സ്മാഷായി. നമ്മൾ ഉപ്പിടാത്തത് കൊണ്ടാണ് കറക്റ്റായിട്ട് ഈ ഒരു പരുവത്തിൽ കിട്ടിയത്. ഉപ്പിട്ടായിരുന്നെങ്കിൽ എന്താണെന്നറിയോ, ആ പരിപ്പൊക്കെ കുഴഞ്ഞു പോകും. ഇപ്പോൾ ആ ഒരു പരുവത്തിൽ അതുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ഉപ്പിടാം. ഈ സമയത്ത് വേണം നമ്മുടെ ഉപ്പിടാൻ വേണ്ടിയിട്ട്. ഞാനിവിടെ ഇന്ദുപ്പാണ് ഇടുന്നത്. പിന്നെ ഫാസ്റ്റിംഗ് സമയത്തായതുകൊണ്ട് തന്നെ, ഫാസ്റ്റിംഗ് ബ്രേക്ക് ചെയ്യുന്നൊരു കഞ്ഞി ആയതുകൊണ്ട് തന്നെ ഇതിന് നിങ്ങൾ ഒരുപാട് ഉപ്പിടാൻ പാടില്ല. വളരെ കുറച്ച് ഉപ്പിടാനേ പാടുള്ളൂ. വെള്ളം ഈ അളവിൽ വേണം കഴിക്കാനായിട്ട്. ഒരുപാട് വെള്ളം ഒഴിച്ച് കഴിക്കേണ്ട, ഈ അളവിൽ വേണം കഴിക്കാനായിട്ട്. എന്നിട്ട് ഇതിന്റെ മുകളിൽ നമുക്ക് കുറച്ച് കൊത്തമല്ലിയൊക്കെ ഇട്ടിട്ട്, കൊത്തമല്ലി ഒരിക്കലും വേവിക്കരുത്, ഞാൻ പറഞ്ഞിട്ടില്ലേ, കൊത്തമല്ലി ഇട്ടിട്ട് നമുക്ക് കഴിക്കാം. ഇപ്പൊ നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കൊരു സെർവിംഗ് ബൗളിലോട്ട് മാറ്റാം. ഇപ്പൊ ദേ നമ്മുടെ കഞ്ഞി മല്ലിയിലേക്ക് അതിന്റെ മുകളിൽ ഇട്ടിട്ടുണ്ട്. അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമുക്ക്. മിക്സ് ചെയ്തിട്ട് ഇതുപോലെ നല്ല ഒരു ബൗള് ഫുള്ളായിട്ട് കഴിക്കണം കേട്ടോ. ഈ ഉലുവയുടെ കാര്യത്തിൽ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഉലുവ ഒരുപാട് ഇതായി പോകരുത്, ഭയങ്കര കയ്പായിരിക്കും. അതുകൊണ്ട് തന്നെ ഉലുവയ്ക്ക്, നമ്മുടെ ആ ഉലുവ ശരീരം തണുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിനകത്ത് ഇടുന്നത്. അതുകൊണ്ട് തന്നെ അത് ഇട്ട ഉടനെ തന്നെ അടുത്ത പരിപ്പ് ഇട്ടേക്കണം. അല്ലെങ്കിൽ കരിഞ്ഞു പോയി കഴിഞ്ഞാൽ ഭയങ്കര കയ്പായിരിക്കും, കഴിക്കാൻ പറ്റില്ല. ആ കയ്പ് ശരീരത്തിന് നല്ലതാണ്, പക്ഷെ നമുക്ക് കഴിക്കാൻ പറ്റണ്ടേ, കഴിക്കാൻ പറ്റില്ല. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ കഞ്ഞി. എന്തായാലും ഇവിടെ ഭയങ്കര പടുത്ത് നടക്കുമായിരുന്നു. ആ സമയത്ത് എന്തായാലും ഞാൻ കുറച്ച് കഞ്ഞിയെ കൊണ്ട് കൊടുത്തിട്ടുണ്ട്. അവളൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ, എന്നിട്ട് പറയാം കേട്ടോ. കഞ്ഞി ചൂടായിരിക്കും മോളെ, നല്ല ചൂടുണ്ട്. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് കുറച്ചെടുത്ത് നല്ലപോലെ ഒന്ന് ഊതിയിട്ട് കഴിച്ചു നോക്കാം. ആ, ചെറിയൊരു കയ്പുണ്ടാവും കേട്ടോ, അത് ഉലുവയുടെ കയ്പാണ്. ഉപ്പ് കുറവ്, കയ്പില്ലയോ? ഉപ്പ് കുറവാണോ? ഉപ്പ് ഇച്ചിരി കുറവാ. ആ, ഓക്കെ. അപ്പൊ എങ്ങനെയുണ്ട് ടേസ്റ്റ്? നല്ല, എനിക്ക് നോമ്പ് കഞ്ഞി ഭയങ്കര ഇഷ്ടമല്ലെങ്കിലും നല്ല രസമാണ്. അപ്പൊ പക്ഷെ പള്ളിയിലൊക്കെ ഒരു ചിക്കനൊക്കെ ഇട്ടൊരു നോമ്പ് കഞ്ഞില്ലേ, അതെനിക്ക് അയ്യോ എന്തൊരു ടേസ്റ്റ് ആണ്. അതൊന്ന് വെണ്ണ മാതിരി ഇരിക്കും അത് കഴിക്കാൻ, നല്ല ടേസ്റ്റ്. അമ്മയുടെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, അപ്പൊ ഞങ്ങൾക്ക് മുമ്പേ എല്ലാം ആ അങ്കിളായിരുന്നു വാങ്ങിച്ചോണ്ട് വരുന്നത്. എനിക്കിപ്പോ ഇത് കഴിക്കുമ്പോ അതാ ഓർമ്മ വരുന്നത്. ഞാൻ തന്നെ മുക്കിയവാറും ഫുൾ അങ്ങ് തീർക്കും. നീ കഴിച്ചോ. ടേസ്റ്റി യമ്മി നോമ്പ് കഞ്ഞി, എൻജോയ്. അത്രേ ഉള്ളൂ. എനിക്കിവിടെ കുറച്ച് വെച്ചേക്കണേ. യമ്മി നോമ്പ് കഞ്ഞി റൈമിംഗ് ആയിട്ട് വരുന്നത്. ഓക്കെടാ, കഴിച്ചോ കേട്ടോ. സൂപ്പർ കഞ്ഞിയല്ലേ. ഇനി നിങ്ങൾക്ക് ഈ കഞ്ഞിക്കകത്ത് കുറച്ചും കൂടെ വെള്ളമായിട്ട് വേണം. ആക്ച്വലി ആ ഒരു ഫോർമാറ്റിൽ നമ്മൾ കഴിക്കുന്നതാണ് നല്ലത്. ഇനി അത് കുറച്ച് വെള്ളം വേണം തോന്നുവാണെങ്കിൽ ഒരു ഗ്ലാസ് തേങ്ങാപ്പാൽ നിങ്ങൾക്ക് അതിനകത്ത് ചേർക്കാം. തിളപ്പിക്കുകയൊന്നും ചെയ്യരുത്. പിന്നെ ചുമ്മാ ഒരു ടേസ്റ്റിനായിട്ട് നല്ല ടേസ്റ്റാണ്. ഒരു ഗ്ലാസ് തേങ്ങാപ്പാലോടെ ചേർക്കുവാണെങ്കിൽ നല്ല ഒരു ടേസ്റ്റ് കിട്ടും. ഇനിയും ഹെൽത്തി ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഒരു സ്പൂൺ നെയ്യ് കൂടെ അതിനകത്ത് ചേർക്കാവുന്നതാണ്. ഞാൻ പിന്നെ കുറച്ച് ഹെൽത്തി ആയിട്ടൊക്കെ നോക്കുന്നത് കൊണ്ടാണ് അതൊക്കെ കാര്യങ്ങളൊന്നും ചേർക്കാതിരുന്നത്. നിങ്ങൾക്ക് അത് എക്സ്ട്രാ ചേർക്കാം. നിങ്ങൾ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയണം. വളരെ നല്ല ടേസ്റ്റ് ഉള്ള ഒരു കഞ്ഞിയാണ്. നിങ്ങൾ നോൺ വെജ് ഒക്കെ ഉപയോഗിച്ച് കഴിക്കുന്നതിനെക്കാട്ടിയും ഡബിൾ ടേസ്റ്റ് കിട്ടും ഇങ്ങനെ കഞ്ഞി ഉണ്ടാക്കി കഴിക്കുന്ന സമയത്ത്. വയറ് നല്ല ഫില്ലാകും. അതേസമയം തന്നെ നമുക്ക് എന്ത് പറയുന്ന ഒരു തേഴ്സ്റ്റി ഫീലിംഗ്. ഉപ്പ് അധികം ഉപയോഗിക്കാൻ പാടില്ല. ഉപ്പ് അധികം ഉപയോഗിക്കുമ്പോൾ ഭയങ്കരമായിട്ട് തേഴ്സ്റ്റി ഫീലിംഗ് ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ഈ ഒരു ഫോർമാറ്റിൽ നമ്മൾ കഴിക്കുന്ന സമയത്ത് നല്ല ഹെൽത്തി ആയിട്ട് ഫില്ലായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും. ഇതിന്റെ കൂടെ നമുക്ക് വേണമെങ്കിൽ ഒരു ഗ്രിൽഡ് ഫിഷും കൂടെ കഴിക്കാവുന്നതാണ്. ഗ്രിൽഡ് ഫിഷ് എന്ന് പറയുമ്പോൾ ഒരുപാട് എണ്ണ തേച്ച് വറുക്കാതെ നമ്മൾ ചെറിയ ഡ്രൈ ആയിട്ട് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് മീൻ വെച്ച് ഫ്രൈ ചെയ്തെടുക്കത്തില്ലേ, അതുപോലെ നിങ്ങൾക്ക് ഗ്രിൽഡ് ആയിട്ടുള്ള തവ ഫ്രൈഡ് ഫിഷ്, അല്ലെങ്കിൽ ഗ്രില്ലറൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഗ്രിൽ ഫിഷ് ആയിട്ട് അല്ലാതെ ഉണ്ടാക്കിയെടുക്കാം. അല്ലെങ്കിൽ തവയുടെ മേലിൽ ജസ്റ്റ് ഒന്ന് എണ്ണ ഒന്ന് ഡ്രോപ്പ് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്രൈ ചെയ്ത് എടുക്കാവുന്നതാണ്. ഓക്കെ, ഇനി ഈ ഫിഷ് കഴിക്കാത്തവർക്കാണെങ്കിൽ സ്റ്റീംഡ് വെജിറ്റബിൾസ് കഴിക്കാം. ഫിഷ് ഇല്ല എന്നുണ്ടെങ്കിൽ സ്റ്റീംഡ് വെജിറ്റബിൾസ്, അതായത് സ്വീറ്റ് കോൺ ഉണ്ട്, കോണൊക്കെ ഇല്ലേ, ചോളം, പിന്നെ മധുരക്കിഴങ്ങ്, ഇതുപോലെയുള്ള കാര്യങ്ങൾ നമുക്ക് സ്റ്റീം ചെയ്ത് കഴിക്കാവുന്നതാണ്. അതും വളരെ നല്ല ഹെൽത്തിയാണ്. പ്രത്യേകിച്ച് ഈ റംസാൻ സമയത്ത്, നോമ്പ് സമയത്ത് നമ്മുടെ കലോറിയും നമ്മുടെ പ്രോട്ടീനും ഒക്കെ നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലുള്ള ഫുഡൊക്കെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്ന സമയത്ത് നല്ല ഹെൽത്തി ആയിട്ട് ഇരിക്കുകയും ചെയ്യും. നല്ല രീതിയിലുള്ള പ്രോട്ടീൻ ഇൻടേക്ക് എടുക്കാനായിട്ടും സഹായിക്കും. ഓക്കെ, അപ്പോൾ അതൊക്കെ കഴിച്ചിട്ട് കുറച്ച് ഒരു മണിക്കൂർ കഴിയുമ്പോൾ ഒന്ന് എക്സർസൈസ് ഒക്കെ ചെയ്ത് വന്നതിന് ശേഷം ഒരു വാട്ടർ മെലൺ, ഇപ്പോൾ വാട്ടർ മെലന്റെ സീസൺ ആണ്, ഇഷ്ടംപോലെ വാട്ടർ മെലൺ കഴിക്കും. നമ്മുടെ ശരീരത്തിലുള്ള വാട്ടർ കൺസിസ്റ്റൻസിയും കൂട്ടാനായിട്ട് സഹായിക്കും. നല്ല ഒരു പീസ് ഫുൾ വാട്ടർ മെലൺ കഴിക്കാം. ഓക്കെ, നല്ലപോലെ വാട്ടർ മെലൺ കഴിച്ച് ഒന്ന് റിലാക്സ് ഒക്കെ ആയിട്ട് നമുക്ക് കിടന്നുറങ്ങാവുന്നതാണ്. ഹെൽത്തി ആയിട്ടുള്ള ഡയറ്റ് അല്ലേ. ഞാനിത് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം നമുക്ക് ഉൾപ്പെടുത്തണം, അതിൽ എല്ലാ കാര്യങ്ങളും വരണം. അതേ
അതേസമയം ഒരുപാട് അങ്ങ് വയറിന് ഫില്ലാക്കരുത്. കഴിക്കുന്ന കാര്യങ്ങൾ വളരെ ഹെൽത്തി ആയിരിക്കണം. അങ്ങനെയുള്ള ആൾക്കാർക്ക് വേണ്ടിയുള്ളതാണ് ഈ ഒരു ഡയറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നുണ്ട്. അഭിപ്രായങ്ങൾ വളരെ വിലപ്പെട്ടതാണ്. പക്ഷെ ആരും അഭിപ്രായങ്ങളൊന്നും പറയുന്നില്ല. കുറച്ച് പേരൊക്കെ എന്തെങ്കിലുമൊക്കെ പറയും. നിങ്ങൾക്ക് ഇതും നല്ല വളരെ സക്സസ്ഫുൾ ആയിട്ട് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ സപ്പോർട്ടും ആവശ്യമാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങളും കമന്റുകളും അത് എന്തോ ആയിക്കോട്ടെ, അത് നെഗറ്റീവ് ആയിക്കോട്ടെ പോസിറ്റീവ് ആയിക്കോട്ടെ, നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ തീർച്ചയായിട്ടും പറയണം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ ലൈക്കും ചെയ്യണം. അപ്പോൾ നാളെ അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.